നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള 34 കോടി രൂപ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് പണം കൈമാറിയത്. ജലീൽ കണ്ണമംഗൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ജിദ്ദയിൽ നിന്നും. ജലീൽ, ഇനി എന്തൊക്കെയാണ് തുടർ നടപടികൾ? ജലീൽ. ഉന്മേഷ്, സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം, ഏറെ സന്തോഷകരമായ ഒരു നീക്കം ആണ് ഇന്ന് നടന്നത്. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നീക്കം. റഹീമിന്റെ മോചനത്തിനായുള്ള 1.5 കോടി സൗദി റിയാൽ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായി റിയാദിന്റെ നിയമ സഹായ സമിതി അറിയിച്ചിട്ടുണ്ട്. നാട്ടിൽ ആണ് ഈ പണം നാട്ടിൽ സ്വരൂപിച്ച 34 കോടി ഇന്ത്യൻ രൂപ ഇന്നാണ് കൈമാറിയത്. എംബസി ആവശ്യപ്പെട്ടത് പ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം കൈമാറിയത്. ഇനി വൈകാതെ തന്നെ കോടതിയുടെ പേരിലുള്ള ഒരു സർട്ടിഫൈഡ് ചെക്ക് ഇന്ത്യൻ എംബസി റിയാദിലുള്ള ഗവർണറേറ്റിന് കൈമാറും. ഈ ചെക്ക് ലഭിച്ച ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കാൻ ഈ കൊല്ലപ്പെട്ട സൗദി പൗരനായ ഈ അനസിന്റെ കുടുംബം അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകൻ ഗവർണറേറ്റ് മുമ്പാകെ ഹാജരാകും. അതേസമയം തന്നെ റഹീമിന്റെ അഭിഭാഷകനും ഗവർണറേറ്റിൽ എത്തി ഈ കരാറിൽ ഒപ്പുവെക്കും. ഈ ഒപ്പുവെക്കുന്ന കരാറും അനുബന്ധ രേഖകളും ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് നൽകും. കോടതി ഈ രേഖകളൊക്കെ പരിശോധിക്കും. അതിനുശേഷം നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടികളെല്ലാം നടക്കും എന്നാണ് സഹായ സമിതി അറിയിച്ചിട്ടുള്ളത്. താമസിയാതെ തന്നെ ഈ പണം കുടുംബത്തിന് കൈമാറും. അതോടൊപ്പം അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കും. അതിനുശേഷം അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകും എന്നാണ് പ്രതീക്ഷ. ശരി ജലീൽ. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത്. മഴക്കെടുതിയിൽ വലയുകയാണ് കേരളം. ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ മുങ്ങി നമ്മുടെ പ്രധാന നഗരങ്ങൾ. ചെറിയൊരു മഴയിൽ പോലും നഗരങ്ങളെ മുക്കുന്ന വെള്ളക്കെട്ടിന് ഉത്തരവാദി ആരാണ്? മഴക്കാലപൂർവ്വ ശുചീകരണം പേരിന് പോലുമില്ല. അശാസ്ത്രീയ നിർമ്മാണങ്ങൾ മറ്റൊരു വഴിക്ക്. അഴുക്കുചാലുകളും ഓടകളും മാലിന്യം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. പ്രധാന കനാലുകളും തോടുകളുമൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ തൊടുക്കുമ്പോൾ പെരുവഴിയിലാകുന്നത് പൊതുജനങ്ങളാണ്. നഗരങ്ങളെ മുക്കിയത് ആര്? ആമയിഴഞ്ചാത്തോട്, പട്ടംതോട്, കരിയിലത്തോട്, കരമനയാറ്, പാർവതി പുത്തനാറ്, ഇങ്ങനെ നഗരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന ആറുകളും തോടുകളും വൃത്തിയാക്കാത്തതും ഓടകൾ ശുചിയാകാത്തതുമാണ് ഒറ്റ മഴയിൽ തലസ്ഥാനത്തെ മുക്കിയത്. എന്നാൽ കിഴക്കേക്കോട്ടയും ചാലക്കമ്പോളവുമൊക്കെ വെള്ളത്തിൽ മുങ്ങിയത് ഇനിയും പൂർത്തിയാകാത്ത സ്മാർട്ട് റോഡ് നിർമ്മാണം കാരണം. മാർച്ച് 31, ഏപ്രിൽ 30, ഇപ്പോൾ ജൂൺ 15. റോഡുകൾ സ്മാർട്ടാക്കാനുള്ള സമയപരിധി ഓരോ മാസം കഴിയുന്തോറും സർക്കാർ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. മഴയൊക്കെ കഴിഞ്ഞ് ഇനി ഇതെന്ന് തീർക്കാനെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. മഴ വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം എല്ലായിടത്തും മൊത്തം റോഡുകളെല്ലാം പ്രശ്നമായി കിടക്കുക. എല്ലാ റോഡുകളും പ്രശ്നമായി കിടക്കുക. വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ കഷ്ടപ്പെട്ട്. പിന്നെ എന്തോ പറയുന്ന ഒരു പ്രത്യേക ബാലൻസ് ചെയ്തൊക്കെ അങ്ങ് പോവുകയാണ് റോഡ്. ചാറ്റൽ മഴയിൽ കുളമായി കിടന്നിരുന്ന റോഡുകൾ പലതും കനത്ത മഴയിൽ തോടുകളാകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായിരുന്നത്. നാട്ടുകാർ പരസ്യമായി തന്നെ പ്രതിഷേധിച്ചതോടെയാണ് കോർപ്പറേഷൻ ദ്രുതഗതിയിൽ ഇത്തരത്തിൽ ഓടകൾ നിർമ്മിക്കാനുള്ള പണി വീണ്ടും തുടങ്ങിയത്. രണ്ട് മൂന്ന് മോട്ടോർ വെച്ച് പുറത്തോട്ട് അടിച്ച് കളഞ്ഞിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മറ്റേ മഴ പെയ്ത് ആ വെള്ളം കിട്ടിയതാണ്. ആ വെള്ളം കിട്ടിയതാണ്.
ഈ ബോർഡ് അതിനുശേഷമാണോ നിർമ്മിക്കാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനം? അതെ, പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെയ്തു വരികയാണ്. ചെയ്തു വന്നാൽ മഴയായാലും വെയിലായാലും നമ്മൾ ചെയ്തു പോവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇവിടെ തിരക്കായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അടഞ്ഞിടക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളം അങ്ങോട്ട് പോകാത്തത്. കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടുണ്ടായ ചാലക്കമ്പോളത്തിലെ മിക്ക കടകളും ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഓടപ്പണി നടക്കുന്നത് കൊണ്ട് ഇതുവഴി കാൽനട യാത്രക്കാർക്ക് പോലും മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. ആളുകൾ ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. സാധനങ്ങൾ അവരവരുടെ കടകളിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ഈ മഴയത്ത് ഈ വെള്ളം പോകാത്ത സാഹചര്യമാണ്. ഓട ശരിയല്ല, അതുകൊണ്ട് ഇപ്പം തന്നെ എൻ്റെ മുട്ടോളം വെള്ളമുണ്ട്. ഓട ശരിയല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ വെള്ളപ്പൊക്കത്തിലാണ്. ഇവിടെ കച്ചവടമേ ഇല്ല. ആൾക്കാർ ആരും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ. ആറുകളും തോടുകളും സജ്ജമാക്കി ഓടകൾ വൃത്തിയാക്കിയാലേ നഗരത്തിലെ വെള്ളമൊഴുക്ക് സുഗമമാവുകയുള്ളൂ. എന്നാലേ വെള്ളക്കെട്ട് നിയന്ത്രിക്കാനാകൂ. തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഓടകൾ വൃത്തിയാക്കാനുള്ള സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വാങ്ങാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ പദ്ധതി തലസ്ഥാനത്തും വിജയകരമാകുമെന്നാണ് പ്രതീക്ഷ. ഇതൊക്കെയാണ് തലസ്ഥാന നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളും പരിഹരിക്കാനെടുത്ത നടപടികളും. ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. ഒറ്റമഴയിൽ തന്നെ ഇടറോഡുകളും പ്രധാന റോഡുകളുമെല്ലാം മുങ്ങുന്ന അവസ്ഥയിലാണ് കൊച്ചി നഗരം. ഇന്നലെ 1 മണിക്കൂറിലധികം മഴ പെയ്തപ്പോൾ തന്നെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം വലിയ ബ്ലോക്കാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കലൂരിലാണ്. കലൂരിലൂടെ പോകുന്ന ഈ റോഡിലെ കാഴ്ചകൾ തന്നെ കാണാം. മഴ പെയ്ത് 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുറച്ചു നേരം കൂടി മഴ പെയ്താൽ ഇതിലെ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം പോകുന്നത് അസാധ്യമായി മാറും. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ കൃത്യമായി നടക്കാതിരുന്നതാണ് കൊച്ചിയെ ഇത്തവണ വലിയ ദുരിതത്തിലാക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ട ജോലികളാണ് ഇത്തവണ പലയിടത്തും നടക്കാതിരുന്നത്. ഓടകളിൽ നിന്ന് മണ്ണ് കോരുന്ന ജോലികൾ പോലും നടന്നിട്ടില്ല എന്നുള്ളത് ഈ പ്രധാനപ്പെട്ട ഒരു റോഡിലെ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൊച്ചിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന കത്രിക്കടവ് റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇടറോഡുകളുടെ അടക്കം അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് പോലും ചോദ്യം ഉയരുന്നുണ്ട്. മഴക്കാലം ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ലാത്തപ്പോൾ തന്നെ കൊച്ചിയിലെ അവസ്ഥ ഇതാണ്. ഈ കൊച്ചിയിലെ റോഡിലൊക്കെ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ അനാസ്ഥയാണ്. നല്ലപോലെ വെള്ളപ്പൊക്കമുണ്ട്. അതെ, അത് ശരിക്കും കെടുങ്കാര്യസ്ഥത തന്നെ സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും. അത് ഭൂമിശാസ്ത്രത്തിന്റെ പ്രത്യേകതയാണ്. ചെരിവാണ്. സാധാരണഗതിക്കാണെങ്കിൽ ഇറങ്ങിപ്പോവും, 1 മണിക്കൂർ ഗ്യാപ്പിട്ട് ഇറങ്ങിപ്പോവും. പക്ഷേ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞാലും കുറച്ച് സയന്റിഫിക് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. വെള്ളം കയറുവാണല്ലോ, എപ്പോഴും അത് തന്നെയല്ലോ. സ്ഥിരം അത് തന്നെ പരിപാടി. വലിയ ബുദ്ധിമുട്ടാണോ? വലിയ ബുദ്ധിമുട്ടാണ്. നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ ജോലികൾ കൃത്യമായി നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ തെളിവാണ് കൊച്ചിയിലെ റോഡുകളുടെ കാഴ്ചകൾ. മലബാറിലെ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങളുടെ വിശേഷങ്ങൾ അഭിജിത്ത് മുഴക്കുന്നിൽ പങ്കുവയ്ക്കും. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും കാഴ്ചകൾ നമ്മൾ കണ്ടു. മലബാറിൻ്റെ തലസ്ഥാന നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോടും സ്ഥിതി വ്യത്യസ്തമല്ല. മഴയൊന്ന് കനത്താൽ നഗരത്തിൻ്റെ വിവിധ മേഖലകൾ വെള്ളത്തിനടിയിലാകും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട് നഗരത്തിൽ ആരംഭിച്ച മഴയ്ക്ക് ശക്തി കുറഞ്ഞത് ഇന്ന് പുലർച്ചെയോടെ. പതിവ് പോലെ നഗരത്തിൻ്റെ വിവിധ മേഖലകൾ വെള്ളത്തിനടിയിലായി. മാവൂർ റോഡും സ്റ്റേഡിയം ജംഗ്ഷനും മിഠായി തെരുവിന് മുൻവശവും രൂക്ഷമായ വെള്ളക്കെട്ട്. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിൽ മുങ്ങി. മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളും ശുചീകരണവും കൃത്യമായി നടന്നെങ്കിൽ ഇത്തരം അവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്നതാണ് ചോദ്യം. കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷം രംഗത്തെത്തുന്നതും ഇത് ചൂണ്ടിക്കാട്ടിയാണ്. തീർച്ചയായിട്ടും നഗരസഭയുടെ നിസ്സംഗതയും ആസൂത്രണ പിഴവും മൂലമാണ് ഇന്ന് നഗരത്തിൽ ഈ വെള്ളക്കെട്ടിന് ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന പേരിൽ വാർഡുകൾക്ക് വിതരണം ചെയ്യുന്ന ഫണ്ട്, ആ ഫണ്ട് ശരിക്കും മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാർഡുകളിലെ ഓടകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കേണ്ടതാണ്. പക്ഷേ നാളിതുവരെയായിട്ട് ആകെ 1-ാം ഗഡു എന്ന പേരിൽ 50,000 രൂപ മാത്രമാണ് വാർഡുകളിലേക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ വെള്ളം കയറി പല വീടുകളിലും ഇത്തരത്തിൽ വെള്ളം കയറുന്നതുമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുൻപോടിയായിട്ട് നടത്തേണ്ട പല യോഗങ്ങളും, ഉന്നതതല യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തിരിക്കുന്നത് മെനഞ്ഞാന്നാണ്. അതായത് ഈ വേനൽ മഴ എന്നറിയപ്പെടുന്ന, അതായത് കനത്ത മഴയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഈ വേനൽ മഴയിൽ ആ മഴ തുടങ്ങിയതിന് ശേഷമാണ് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾക്കുള്ളൊരു യോഗം, പ്രാഥമിക യോഗം നഗരസഭ വിളിച്ചു ചേർക്കുന്നത്. ആ യോഗത്തിൽ നടന്നിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് എല്ലാ വർഷവും നടത്തുന്നത് പോലെയുള്ള ചില പരാമർശങ്ങൾ മാത്രമാണ്.
വെള്ളക്കെട്ടിന് കാരണം കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടുന്നതിലുണ്ടാകുന്ന കാലതാമസമെന്ന് മേയർ ബീന ഫിലിപ്പ്. പഴി ജലവിഭവ വകുപ്പിന്. കോർപ്പറേഷൻ പണം നൽകിയിട്ടും ആഴം കൂട്ടൽ നടക്കുന്നില്ല എന്നാണ് മേയറുടെ വിമർശനം. എന്ത് ചോദിച്ചാലും ഇറിഗേഷൻ കാര്യം ഇത്ര കൂടുതൽ വേണം, അത്ര കൂടുതൽ വേണം, ഇതെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. എത്ര നമ്മൾ കൊടുത്താലും ഇപ്പോൾ 10 കോടിയിലേറെയായി കൊടുത്തിട്ട് അവരെന്ത് പണം ചോദിച്ചോ അവരുടെ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉടനെ അനുവദിക്കും. കാരണം കാലം കഴിയുന്തോറും എസ്റ്റിമേറ്റ് തുക 10 കോടിയൊന്നും കാണാനില്ല. അവരൊന്നും തുടങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് കാണാത്തത്. നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ അവിടെയുള്ള എക്കലിൻ്റെ സ്വഭാവം CWRDMുമായി ചേർന്ന് നമ്മളതൊക്കെ പഠിച്ചിട്ട് അവിടെ എന്തെല്ലാം കുഴപ്പമുണ്ട്, ഈ മണ്ണ് നമുക്ക് എടുത്ത് എവിടെയെങ്കിലും ഇടാൻ പറ്റുമോ, ഈ പഠനങ്ങളെല്ലാം കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്കാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ കോർപ്പറേഷനും കൂടി താല്പര്യം എടുത്തിട്ട് മന്ത്രിയുമായി ചർച്ച ചെയ്ത് മന്ത്രിസഭയിൽ ഒരു തീരുമാനമെടുത്ത് ഇതൊരു എക്സെപ്ഷണൽ കേസ് എന്ന നിലയിൽ ഇത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തും വെള്ളം കയറി. ദുരിതമൊഴിഞ്ഞത് മണിക്കൂറുകൾക്കിപ്പുറം ഇന്ന് പുലർച്ചെ. മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് വെള്ളം കയറിയത്. ജീവനക്കാരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആശുപത്രി ഉൾവശം വൃത്തിയാക്കി. ഡൈനേജിന്റെ ഏരിയയിലൊക്കെ ഇവിടെ കിടക്കണേ. ഇപ്പൊ ഇവിടെ വന്ന് കടക്കൽ ഏരിയ ഇത്. അപ്പൊ ഇവിടെ ഇപ്പൊ വെള്ളം വന്ന് നിൽക്കുക, നമുക്ക് കടക്കാൻ കൊള്ളൂല. വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസം തന്നെയാണ് ഇവിടെ ഉള്ള പുരുഷന്മാർക്കുള്ളത്. കൂട്ടുകാർ വേണ്ടാനുള്ള രൂപത്തിലാക്കുക. പെണ്ണുങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ കൊടുക്കുക. അപ്പൊ ഞങ്ങൾ ടോയ്ലറ്റിലെ വെള്ളമാണ് ഈ റൂം വലിച്ചു ചാടുന്നത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ കോർപ്പറേഷന്റെ വക മാർഗങ്ങൾ പലതുണ്ട്. അറ്റകുറ്റപ്പണിക്കായി തുറന്ന ആൾനൂഴികൾ അടയ്ക്കുക, അഴുക്കുചാലുകളിലെ മണ്ണും മാലിന്യങ്ങളും നീക്കുക, പ്രധാന കനാലുകൾ വൃത്തിയാക്കുക, അങ്ങനെ ഒരുപാട്. എന്നാൽ മഴക്കാലമെത്താൻ ദിവസങ്ങൾ ശേഷിക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവയൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നതാണ് നഗരവാസികളെ ആശങ്കപ്പെടുത്തുന്നത്. ഒരൊറ്റ മഴയിൽ സംസ്ഥാനത്തുണ്ടായ ദുരിതമാണ് നാം കണ്ടത്. ഇടവപ്പാതി പടിവാതിലിലെത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം എന്ന മുന്നറിയിപ്പ് കൂടി ഈ മഴ നൽകുന്നുണ്ട്. മഴക്കാലം എത്തിക്കഴിഞ്ഞാണ് മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് എങ്കിൽ ദുരിതം ഇരട്ടിയാകുമെന്നുറപ്പ്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, 24. പെരിയാറിന് പിന്നാലെ ഇരുമ്പനം ചിത്രപ്പുഴയിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ട്. കമ്പനികൾ പെരിയാറിലേക്ക് അനധികൃതമായി രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് മുന്നറിയിപ്പ് നൽകി. ഇപ്പോ ഷട്ടർ തുറന്ന സന്ദർഭത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനായി ഈ സബ് കമ്മിറ്റി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് ശനിയാഴ്ച തന്നെ റിപ്പോർട്ട് നൽകണം എന്ന് ഇന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഫിഷറീസ് സർവകലാശാലയും ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ലാബിൽ ഫിഷറീസ് കുഫോസിൻ്റെ ലാബിൽ സെൻട്രൽ ലാബിലേക്ക് ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും വെള്ളത്തിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തരത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ, അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ വിശദാംശങ്ങൾ. വിഷ്ണു, ഇക്കാര്യത്തിൽ എന്താണ് കാരണമെന്ന കൃത്യമായ ഒന്നിലേക്ക് സർക്കാർ എത്തുന്നുണ്ടോ? എന്ത് തുടർ നടപടി ഉറപ്പ് നൽകുന്നുണ്ട് സർക്കാർ? ഒപ്പം ചിത്രപ്പുഴയിൽ ഇന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് വിഷ്ണു? ഉന്മേഷ, പെരിയാറിന് പുറകെ ചിത്രപ്പുഴയിൽ മത്സ്യങ്ങൾ ചത്തുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. കടമ്പ്രയാറിന്റെ കൈവഴിയാണ് ചിത്രപ്പുഴ. ഇവിടെ നേരത്തെയും സമാനമായ രീതിയിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ചില വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ഈ പുഴയോട് തീരത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള രാസമാലിന്യങ്ങൾ തന്നെയാണ് ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള കാരണമായി നാട്ടുകാർ ഉൾപ്പെടെ ഉയർത്തുന്നത്. ഒപ്പം ചില ബണ്ടുകൾ മഴയുടെ പശ്ചാത്തലത്തിൽ തുറന്നിരുന്നു. ആ ബണ്ട് തുറന്നതും ഇതിന് കാരണമായോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പെരിയാറിലേക്ക് എത്തുകയാണെങ്കിൽ ഈ മത്സ്യക്കുരുതിയിൽ വകുപ്പുകൾ പരസ്പരം പഴിചാരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇറിഗേഷൻ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. വ്യവസായ വകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡുമാണ് ഈ മത്സ്യക്കുരുതിക്ക് കാരണം എന്നാണ് ആ റിപ്പോർട്ടിന്റെ സംക്ഷിപ്തം. പ്രധാനമായും ഒരു തരത്തിലുള്ള ഇടപെടലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. രാവിലെ മത്സ്യം ചത്തുപൊങ്ങിയ കാര്യം അറിയിച്ചിട്ട് പോലും
ഇടപെടാൻ അവർ തയ്യാറായില്ല എന്നുൾപ്പെടെ റിപ്പോർട്ടിൽ പറയുന്നു. വ്യവസായ മന്ത്രി പി രാജീവ് വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സ്യ കർഷകർക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും. നാളെ അതുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം ചേരും. ഒപ്പം ഈ പ്രോട്ടോകോൾ അവലംബിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ റെഗുലേറ്റർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു പുതിയ മാനദണ്ഡം അനുസരിച്ച് പാതാളം റെഗുലേറ്ററി അതായത് ഷട്ടറുകൾ തുറക്കാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നു. അതുവേണ്ടി സബ് കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനികൾ രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടതായി കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും മന്ത്രി പറയുന്നുണ്ട്. അപ്പോഴും ഒരു വശത്ത് പ്രതിഷേധം തുടരുകയാണ്. കൃത്യമായ വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഈ മറുവശത്ത് വരുന്ന വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. നാളെ അല്ലെങ്കിൽ ശനിയാഴ്ച സബ് കളക്ടർ റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് സർക്കാർ നയം. ഉന്മേഷം. ശരി വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അവയവക്കടത്ത് കഥകൾ പുറത്തേക്ക്. തീരാ ദുരിതം മുതലാക്കി അവയവ കച്ചവട മാഫിയ പിടിമുറുക്കിയ നാടായി മാറുകയാണ് തൃശൂരിലെ മുല്ലശ്ശേരി പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ മാത്രം 30-ലേറെ പേർ അവയവ മാഫിയയുടെ കെണിയിൽ വീണു എന്നാണ് കണ്ടെത്തൽ. കിഡ്നി എന്ന ഇരട്ടപ്പേരുള്ള ഏജന്റാണ് ഇതിന് പിന്നിൽ. 2006-ൽ അവയവ കച്ചവടത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച ഏജന്റ് വീണ്ടും നാട്ടിലിറങ്ങി അവയവ കച്ചവടം നടത്തുമ്പോൾ തെളിവില്ല എന്ന നിലപാടിലാണ് പോലീസും. എന്താണ് മുല്ലശ്ശേരിയിൽ സംഭവിച്ചത്? കാണാം. ഒരു നാടാകെ തന്നെ അവയവ മാഫിയയുടെ പിടിയിലായതിന്റെ കഥയാണ് തൃശൂർ മുല്ലശ്ശേരിക്ക് പറയാനുള്ളത്. 7 പേർ മാഫിയയുടെ ഇടപെടലിനെ തുടർന്ന് അവയവങ്ങൾ നൽകി എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ 30-ലേറെ പേർ അവയവ മാഫിയയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പണം വാങ്ങി അവയവങ്ങൾ വിൽപ്പന നടത്തിയെന്ന ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് മുല്ലശ്ശേരിയിൽ നിന്ന് പുറത്തു വരുന്നത്. തൃശൂരിന്റെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുല്ലശ്ശേരി. സാധാരണക്കാർ ഏറെയുള്ള ഇടം. അവിടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തായിരുന്നു അവയവ മാഫിയയുടെ അവയവ വിൽപ്പന. മദ്യപാനികളായ ഭർത്താക്കന്മാരുള്ള വീടുകൾ, കടബാധിതയുള്ള കുടുംബങ്ങൾ, ഇവരെ തേടിക്കണ്ടെത്തിയായിരുന്നു മാഫിയ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. ബാധിതയുള്ള കുടുംബത്തിന് ബാധ്യതകൾ തീർക്കാൻ എളുപ്പമാർഗമെന്ന നിലയിലായിരുന്നു അവയവ കച്ചവടത്തെ അവതരിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായും കടക്കെണിയിലുള്ള കുടുംബങ്ങൾ ഇവരുടെ കെണിയിൽ വീഴും. 10 ലക്ഷം രൂപ വരെയാണ് വൃക്കയ്ക്ക് നൽകിയിരുന്നത്. കരൾ പകുത്തു നൽകിയാൽ 12 ലക്ഷം രൂപ വരെ കിട്ടും. പക്ഷേ ലക്ഷങ്ങൾ തട്ടും അവയവ മാഫിയ കമ്മീഷനിലൂടെ. അവയവം ദാനം ചെയ്ത 7 പേരുടെ പേരുവിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ 2 പേരുടെ മാത്രം മൊഴിയാണ് രേഖപ്പെടുത്തിയതെന്നാണ് ആക്ഷേപം. കിഡ്നി എന്ന ഇരട്ടപ്പേരുള്ള ആളാണ് ഏജന്റായി മുല്ലശ്ശേരിയിൽ പ്രവർത്തിച്ചത്. പക്ഷേ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പോലീസ്. ഇതിനിടയിൽ ഇരയാക്കപ്പെട്ട ഒരു യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു. വൃക്കദാനം ചെയ്തതിലൂടെ ലഭിച്ച 5 ലക്ഷം രൂപ തട്ടിയെടുത്ത ജീവിത പങ്കാളി കടന്നു കളഞ്ഞതിലുള്ള മനോവിഷമത്തിലായിരുന്നു ആത്മഹത്യാ ശ്രമം. നിലവിൽ യുവതി ചികിത്സയിലുമാണ്. പക്ഷേ വൃക്കദാനത്തെക്കുറിച്ച് മൊഴി നൽകാൻ പോലും യുവതി തയ്യാറല്ല. പോലീസ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിലും. അവയവം കൈമാറ്റം ചെയ്തവരാരും പണം വാങ്ങിയതായി സമ്മതിക്കുന്നില്ല. പക്ഷേ ചില പാരിതോഷികങ്ങൾ ലഭിച്ചുവെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പുറത്തു കൊണ്ടുവരാൻ പോലീസിന് ആയിട്ടുമില്ല. MP-യോ MLA-യോ പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ അവയവ കൈമാറ്റത്തിന് സാക്ഷ്യപത്രം നൽകണം. 20-ലധികം രേഖകൾ വേണം. എങ്ങനെ ഈ മാഫിയ സംഘത്തിന് ഈ രേഖകളെല്ലാം ലഭിച്ചു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മുല്ലശ്ശേരി ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. അനേകം മാഫിയ സംഘങ്ങൾ നമ്മുടെ അവയവങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നും യഥേഷ്ടം വിഹരിക്കുന്നുണ്ട്. ഇവർക്ക് കടിഞ്ഞാണിട്ടേ പറ്റൂ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി നിരപരാധിയെ ജയിലിലടച്ചു. വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ല എന്ന യുവതിയുടെ പരാതിയിലാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആലുങ്ങൽ അബൂബക്കർ 4 ദിവസം ജയിലിൽ കിടന്നത്. കാലത്ത് വരുന്ന ആൾക്കാരും കണ്ട ആൾക്കാരൊക്കെ ഈ
CI സാറാണെങ്കിൽ ഇവനെ കൊണ്ടുപോയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ഗൗരവത്തിലെടുത്തിട്ട്, കാരണം ഇത് നമ്മൾ വലിയൊരു കേസാണിത് എന്നുള്ളത് മനസ്സിലാക്കി. അവർ നേരെ അവിടെ എന്താക്കി, ഇവിടെ കൊടുന്നു, തിരൂര് കുടുംബ കോടതി കൊടുന്നു, അവിടെ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. പൈസ ആണ് അവർക്ക് വേണ്ടത്, പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്ര വലിയ തുക അടക്കം. ഞാൻ വലിയ പ്രതിയായിട്ടൊന്നുമല്ല, ഞാൻ വലിയ പ്രതിയല്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ പരമാവധി ഇല്ലാണ്ട് നോക്കുള്ളൂ. ഇതെന്താന്ന് വെച്ച് അപ്പോൾ ജഡ്ജി 4 ദിവസം കൊടുക്കാൻ പറ്റില്ല. പഞ്ച് പറഞ്ഞു എന്നാൽ ഓക്കെ, എന്തായാലും തവന്നൂർ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. ഷഹദ് റഹ്മാനുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഹദ്, പോലീസിന്റെ ജാഗ്രതക്കുറവ്, കടുത്ത അനാസ്ഥ, ഒരു നിരപരാധിക്ക് 4 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം എങ്ങനെയാണ് ഷഹദ്? തീർച്ചയായും ഉന്മേഷ് അങ്ങനെ തന്നെയാണ്. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയായിട്ട് വേണം ഇതിനെ നോക്കിക്കാണാൻ. കാരണം ആള് മാറി അറസ്റ്റ് ചെയ്യുക, പിന്നീട് ആ ആള് ജയിലിൽ കിടക്കുക, ആ 4 ദിവസം പോട്ടെ, ഒരു ദിവസം നിരപരാധി ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ആ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ എത്രത്തോളം തകർക്കും, മാനസികമായി തകർക്കും, ആ കുടുംബത്തിന് എത്രത്തോളം അപമതിപ്പാണ് ആ സമൂഹത്തിൽ ഉണ്ടാവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി കാണേണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്ത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് തന്നെ നമ്മുടെ നിയമവ്യവസ്ഥകൾ പറഞ്ഞു വെക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയൊരു അനാസ്ഥ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറാണ് ഇക്കഴിഞ്ഞ ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ഭാര്യയുടെ പരാതിയിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാനാണ് തിരൂരിലെ കുടുംബ കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത്. 4 ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ റിമാൻഡ് ചെയ്യാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അല്ലെങ്കിൽ ഈ ഭാര്യയ്ക്ക് ചെലവിനുള്ള തുക കൊടുക്കണം എന്നതായിരുന്നു പ്രധാനമായിട്ടുള്ള ഉത്തരവ്. അതായത് കുടുംബ വഴക്കായിരുന്നു പ്രധാനപ്പെട്ട കാരണം. എന്നാൽ പോലീസിന് ആളുമാറുകയും ഈ അബൂബക്കറിനെ, അതായത് മലപ്പുറം വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ശരി, ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.